സ്ത്രീ സുരക്ഷയും നമ്മളെ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ത്രീ സുരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ ഇടപെടലുകൾ ഉണ്ടാകുമോ? സ്ത്രീ സുരക്ഷയാണ് ഈ സർക്കാരിൻ്റെ പൊതു മുഖമുദ്ര. കഴിഞ്ഞ സർക്കാരും അങ്ങനെയൊക്കെ പറഞ്ഞത്, സർക്കാർ ഒപ്പം ഉണ്ടെന്ന് പറയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും വേട്ടക്കാരോടൊപ്പം ഓടുന്നത് കാണുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുകയും മറിച്ച് ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ തീർച്ചയായും അങ്ങനെയല്ല. നമ്മൾ വളരെ കൃത്യമായി തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം, ജെന്യുവിൻ കേസസ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്ത ഫോൾസ് അലിഗേഷൻസ് ഏറ്റെടുത്ത് പോകുന്നല്ല. തീർച്ചയായും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ, സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തെ ഒരിക്കലും സന്ധി ചെയ്യാനാകില്ല. ശക്തമായ നിലപാടുകളുമായി മുന്നിലുണ്ടാകും. ഇപ്പോൾ ഈ മന്ത്രിസഭ എടുക്കുകയാണെങ്കിൽ 2 വനിതാ മന്ത്രിമാരാണുള്ളത്. എപ്പോഴും സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പറയുകയും സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മടി കാണിക്കാത്തയും ഒരു വ്യക്തിയാണ് ബിന്ദു കൃഷ്ണ. ഇത്രയും മതിയോ സ്ത്രീ പ്രാതിനിധ്യം നമ്മുടെ മന്ത്രിസഭയിൽ? ഒരിക്കലല്ല. 2 വനിതാ മന്ത്രിമാരും ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറും അടക്കം 3 വനിതകളെ ക്യാബിനറ്റ് റാങ്കിൽ കൊണ്ടുവന്നെന്ന സന്തോഷം മറച്ചു വയ്ക്കുന്നില്ല. കാരണം ഒന്നായിരുന്നല്ലോ. 1 നിന്ന് 3 എന്നുള്ളത് അതൊരു വലുത് തന്നെയാണ്. പക്ഷെ അത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഞാൻ എപ്പോഴും എൻ്റെ സ്വപ്നമായി പങ്കുവയ്ക്കാറുള്ളതാണല്ലോ, രാഷ്ട്രീയമായാലും ഭരണരംഗമായാലും ഔദ്യോഗിക രംഗമായാലും തൊഴിലിടങ്ങളായാലും എവിടെയായാലും മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലയിലും അവിടെയെല്ലാം ഏത് കാര്യത്തിൽ ഒരു സെലക്ഷൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവിക പ്രക്രിയകളുണ്ട്. ഈ 2 വാക്കുകൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നു. ആരുടെയും ഔദാര്യമില്ലാതെ പകുതി സ്ത്രീകളാക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ, ശരിയാ ഇവിടെ ജെൻഡർ അങ്ങനൊരു വ്യത്യാസമില്ല, ലിംഗഭേദമില്ല എന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തണം. ഈ സർക്കാർ എടുക്കേണ്ടി വരുന്ന ഏറ്റവും ആദ്യം പറയേണ്ടി വരുന്ന ഒരു നിലപാട് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അതിലെന്താണ് മിനിസ്റ്ററുടെ നിലപാട്? അത് ക്യാബിനറ്റ് കൂട്ടുത്തരവാദിത്തത്തോടുകൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കും.